ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. രണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്ക് പഠിക്കാനുണ്ട്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും. UPSC ഇന്ത്യയിൽ നിലവിൽ വന്നത് അറിഞ്ഞിരിക്കുക 1926 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നിരുന്നു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേരാണെന്ത്? ധോൽപൂർ ഹൗസ്. ഓക്കെയാണല്ലോ, ധോൽപൂർ ഹൗസ് ആണ് ആസ്ഥാന മന്ദിരം. UPSC അംഗങ്ങളുടെ എണ്ണം ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പല സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും 9, 10, 11 എന്നൊക്കെ. പക്ഷെ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, UPSC അംഗങ്ങളുടെ എണ്ണം കൃത്യമായി പറഞ്ഞിട്ടില്ല. അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ് അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അംഗങ്ങളുടെ കാലാവധി പറയുകയാണെങ്കിൽ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അംഗങ്ങളുടെ കാലാവധി. അറിഞ്ഞിരിക്കുക, UPSC അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു UPSC. ഇന്ത്യയിലെ മെറിറ്റ് സംവിധാനങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു UPSC. UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് അറിഞ്ഞിരിക്കുക. നീക്കം ചെയ്യാനുള്ള അധികാരവും ഇവരെ പുറത്താക്കാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? അതും രാഷ്ട്രപതിക്കാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ UPSC നിലവിൽ വരാൻ കാരണമായൊരു കമ്മീഷനുണ്ട്. എന്ന് വെച്ചാൽ UPSC നിർദ്ദേശിച്ച കമ്മീഷനാണ് ഏത്? ലീ കമ്മീഷൻ. അറിഞ്ഞിരിക്കുക, ലീ കമ്മീഷൻ 1924 ലീ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1926 UPSC നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെയാണല്ലോ. UPSCയുടെ ആദ്യ ചെയർമാനായിരുന്നു ആര്? സർ റോസ് ബാർക്കർ. ആ കാലഘട്ടം നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. UPSCയുടെ ഇന്ത്യക്കാരനായ ആദ്യ അധ്യക്ഷനായിരുന്നു ആര്? HK കൃപലാനി. ഒരുപക്ഷെ PSC ഇങ്ങനെ ചോദിക്കാം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ചെയർമാനായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? HK കൃപലാനിയാണ്. UPSCയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ പഠിക്കാൻ എളുപ്പമുണ്ട്. റോസ് മിലൻ ബാത്യു ആണ് അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ വനിത എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. UPSCയിൽ അംഗമായ ആദ്യ മലയാളിയാണ് അറിഞ്ഞിരിക്കുക KG അടിയോടി. അധ്യക്ഷനായതല്ല, അംഗമായ ആദ്യ മലയാളിയാണ് KG അടിയോടി. അടുത്തതായി നമ്മൾ കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നിരുന്നു. അതുകൊണ്ട് ആ വർഷം പഠിച്ചു വെക്കുക. ഇനി കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, 1956 നവംബർ 1 കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി അംഗങ്ങളുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക, 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ്. ശ്രദ്ധിക്കണം, സാധാരണ 65 വയസ്സ് വരെയാണ്. പക്ഷേ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 62 വയസ്സ് വരെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അംഗങ്ങളെ നിയമിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ് നിയമിക്കുന്നത്. ഒപ്പം പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് പുറത്താക്കാനുള്ള അധികാരം. ഓക്കെയല്ലോ. ഇനി അംഗങ്ങൾ രാജിവെക്കുകയാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ സ്വീകരിക്കുന്നത് ഗവർണറാണെന്നും അറിഞ്ഞിരിക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ നമ്മളിതിൽ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലായെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി നമുക്ക് കാണാം.